ഒരു ചെറിയ പാവ, വലിയ പല്ലുകൾ, വിചിത്രമായ കണ്ണുകൾ, മോൺസ്റ്റർ പോലെയുള്ള രൂപം. ലോകമെമ്പാടും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നു. ചിലരതിനെ ഡിസൈനർ പാവ എന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റു ചിലരാകട്ടെ ശാപം പിടിച്ച പാവയെന്നും. എന്താണ് ലബൂബു? നമുക്ക് നോക്കാം യഥാർത്ഥ കഥയും മിത്തുകളും. വർഷം 2015 ഹോങ്കോങ് ആർട്ടിസ്റ്റ് കാസിംഗ് ലങ്ങിന്റെ ദ മോൺസ്റ്റേഴ്സ് എന്ന പുസ്തക പരമ്പരയിലൂടെയാണ് ലബൂബു എന്ന കുഞ്ഞൻ പാവ പിറവിയെടുത്തത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകളുടെ കാലം മുതൽക്കേ കാടുകളിൽ വസിച്ചിരുന്ന കുട്ടിഭൂതമാണ് ലബൂബു എന്ന ചരിത്ര പശ്ചാത്തലം കൂടെ ഇതിന് നൽകി. പിന്നീട് 2019 ചൈനീസ് കമ്പനിയായ പോപ്മാർട്ടുമായി ലങ് ഒരു കരാറിൽ ഒപ്പുവെച്ചു. ലബൂബുവിന്റെ കളിപ്പാട്ട പതിപ്പുകൾ നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അവകാശം ഇതിലൂടെ പോപ്മാർട്ട് എന്ന കമ്പനിക്ക് സ്വന്തമായി. വർഷം 2024 കെ-പോപ്പ് സൂപ്പർ സ്റ്റാർ ലിസയെ പോലുള്ള താരങ്ങൾ തന്റെ ബാഗുകളിൽ അലങ്കാര വസ്തുവായി കീചെയിൻ രൂപത്തിലുള്ള ലബൂബുവിനെ കൊണ്ടുനടക്കുന്ന ചിത്രങ്ങൾ ലോകമെങ്ങും വൈറലായി. അതിനുശേഷം ലബൂബു വീണ്ടും ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങി. ഇത് പോപ്മാർട്ട് ഇന്റർനാഷണലിന്റെ ഓഹരി വില 180% ഉയരാനിടയാക്കി. വളരെ വിചിത്രമായ രൂപമായതുകൊണ്ടാവാം സോഷ്യൽ മീഡിയയിൽ ഇതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള കഥകളും പ്രചരിക്കാൻ തുടങ്ങി. ചിലർ പറയുന്നു ഇത് ശാപം പിടിച്ച പാവയാണ്, വീട്ടിൽ വെച്ചാൽ ധാരാളം പ്രശ്നങ്ങൾ നമ്മളെ തേടിയെത്തും. ചിലരാകട്ടെ ഈ പാവയുടെ ശല്യം സഹിക്കവയ്യാതെ അതിനെ കത്തിച്ചു കളയുന്നു. ലബൂബു ഒരു ഡിസൈനർ ടോയ് ആണ്. ഇത്തരത്തിലുള്ള പാവകളും മറ്റും കളക്ട് ചെയ്യുന്നവർക്കിടയിൽ വളരെ വില കൂടിയ ഒരു ഐറ്റം. സാധാരണ മോഡലുകൾ 500 രൂപ മുതൽ 2000 രൂപ വരെയുള്ള റേഞ്ചുകളിൽ ലഭ്യമാണ്. പക്ഷേ അപൂർവ എഡിഷനുകൾ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെയുള്ള വിലയ്ക്ക് വിറ്റിട്ടുണ്ട്. വാൻസ് ലബൂബു എഡിഷൻ 9 ലക്ഷം രൂപയ്ക്കും ചൈനയിൽ ലൈഫ് സൈസ് ലബൂബു 1.5 കോടി രൂപയ്ക്കും വിറ്റിട്ടുണ്ട്. ലബൂബു നമുക്ക് ലഭ്യമാകുന്നത് ഒരു മിസ്റ്ററി ബോക്സിൽ അഥവാ ഒരു ബ്ലൈൻഡ് ബോക്സിലായിരിക്കും. അത് ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രമേ ഏതു നിറത്തിലുള്ള പാവയാണ് നമുക്ക് ലഭിച്ചതെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. കേൾക്കുമ്പോൾ തന്നെ വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? ഈ പാവയുടെ നിറം ഏതാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും അത് സ്വന്തമാക്കാൻ ആളുകളുടെ തിരക്കാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കുഞ്ഞൻ ലബൂബു ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത തരംഗം എത്രത്തോളമാണെന്ന്. ഒരു കൂട്ടം ആളുകൾക്ക് ഈ കുഞ്ഞൻ ലബൂബു വളരെ ക്യൂട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റു ചില ആളുകളുടെ കാര്യം അങ്ങനെയല്ല. അവർ ഇതിനെ രാക്ഷസ പാവ, ശാപം പിടിച്ച പാവ എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. അതിനു പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവുമോ? ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലബൂബു കഴ്സ്ഡ് ഡോൾ എന്ന പേരിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ പലരും ലബൂബു എന്ന പാവ അവർ വാങ്ങിയതിനു ശേഷം അവർക്കുണ്ടായ പല മോശം അനുഭവങ്ങളും പങ്കുവെക്കുന്നു. അതിനുശേഷം അവർ ആ പാവയെ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അനബെല്ല പോലുള്ള ഭീകര സിനിമകളുടെ സ്വാധീനവും അന്ധവിശ്വാസവും കൊണ്ടാണ് പലരും ഈ ലബൂബുവിനെ ശാപം പിടിച്ച പാവയെന്നും ചെകുത്താൻ പാവയെന്നും വിശേഷിപ്പിക്കുന്നതെന്ന് പലരും പറയുന്നു. ട്രോളുകളിലും മറ്റും ഈ പാവയെ മാൻഡ്രേക്കിനോട് ഉപമിക്കുന്നവരും നിരവധിയാണ്. ഇന്റർനെറ്റിൽ പല രീതിയിലുള്ള കഥകളും ഇതിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്നു. അവയെല്ലാം സത്യമാവണമെന്നില്ല. ആരാധകരും സോഷ്യൽ മീഡിയ ഗോസിപ്പുകളും ചേർന്നുണ്ടാക്കുന്നതായിരിക്കാം. എന്നാലും എന്തായിരിക്കും ലബൂബുവിന് പിന്നിലുള്ള യാഥാർത്ഥ്യം? ചെകുത്താൻ പാവ, ശാപം പിടിച്ച പാവ, രാക്ഷസ പാവ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന ഈ പാവ പോപ്മാർട്ടിന് നേടിക്കൊടുത്തത് ചില്ലറ ലാഭമൊന്നുമല്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായി തീരുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാം ഒരു പക്ഷേ നമ്മുടെ ചിന്തകൾ തന്നെയായിരിക്കാം. ലബൂബുവിനെ കുറിച്ചുള്ള ധാരാളം മിത്തുകൾ ഇന്നും ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യഥാർത്ഥത്തിൽ ലബൂബു പ്രശ്നം പിടിച്ച ഒരു പാവയാണോ? നിങ്ങളുടെ അഭിപ്രായം
കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.